5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2018 പ്രളയം 100 വർഷം 1924 ശേഷം വന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയമായിരുന്നു. ആ പ്രളയം വന്ന് നമുക്ക് ചിരപരിചിതമല്ല. പ്രളയം വലിയ ബഹളമുണ്ടാക്കി. കേരളത്തെ കീഴ്മേൽ മറിച്ചു. ലോകമാകെ കേരളത്തിലേക്ക് വന്നു. എല്ലാ സന്നദ്ധ സംഘടനകളും മാധ്യമങ്ങളും 24 മണിക്കൂറും പരിപാടികൾ കൊടുത്തു. ഞാനൊക്കെ എല്ലാ ചാനലുകളിലും മിക്ക ചാനലുകളിലും പോകുമായിരുന്നു. അനാലിസിസ് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു പ്രളയം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ എല്ലാവരും ഓടിക്കൂടുന്ന പോലെ വേൾഡ് ബാങ്ക്, IMF തുടങ്ങി ADB വികസന ഏജൻസികൾ, UN ഏജൻസികൾ, യൂണിസെഫ് തുടങ്ങി എല്ലാവരും കൂടി കേരളത്തെ ഇപ്പോൾ തന്നെ ശരിയാക്കിയെടുക്കാം എന്ന് പറഞ്ഞ് ഓടിക്കൂടി. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിലും നമുക്ക് റൂം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, മെഡിക്കൽ കോളേജിലോ അല്ലെ RCCയിലോ വരുന്നവർക്ക് റൂം പോലും കിട്ടാത്ത രീതിയിൽ കൺസൾട്ടന്റുമാർ, IITയിലെ ഉദ്യോഗസ്ഥർ, സകല പേരും കുടുങ്ങി കേരളത്തിൽ വന്നു. കേരളത്തെ റീബിൽഡ് ചെയ്യാം. സമാന്തരമായി ഓഫീസ് തുറന്നു. സെക്രട്ടേറിയറ്റിൽ റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി ഓഫീസ് തുറന്നു. സായിപ്പന്മാർ വരുന്നു, ബഹളമുണ്ടാക്കുന്നു, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ്, ആയിരക്കണക്കിന് പേജുള്ള റിപ്പോർട്ടുകൾ, 10,000 എല്ലാം വേണ്ട ബഹളമാണ്. ജഗപൊക. തൃശ്ശൂർ പൂരത്തിൻ്റെ ബഹളമായിരുന്നു സെക്രട്ടേറിയറ്റിലും ഭരണ സംവിധാനത്തിലും. ഇതിനിടയിൽ ഒരു പുട്ടുകച്ചവടം നടന്നു. അത് പറയാനാണ് ഞാനത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനിടയിൽ സംഭവിച്ചത്, അന്നത്തെ അംബാസഡർ, നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യം, ഡച്ച് നമുക്കറിയാം, നെതർലാൻഡ്സ്, ഹോളണ്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യവുമായി വലിയ ബന്ധമുള്ളതാണ്. അവർ കുട്ടനാടൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് നേരത്തെ. അന്നൊന്നും അവർ ചെയ്യാൻ ചിന്തിക്കാതിരുന്ന കാര്യമാണ്. അവിടെ ഉണ്ടായിരുന്നൊരു അംബാസഡർ, ഞാൻ വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് ഒരു അജണ്ടയായി എടുത്തിട്ടില്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. അംബാസഡറുടെ പീരീഡ് അവസാനിക്കാൻ പോവുകയാണ്. ആ അംബാസഡർ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖ്യ ഉദ്യോഗസ്ഥനായി ഡൽഹിയിലുണ്ട്. ആ അംബാസഡർക്ക് ഒരു മോഹം ഉദിച്ചു. തിരുവനന്തപുരത്ത് രാജ്യസഭ സീറ്റിലേക്ക്, ലോകസഭയിലേക്ക് മത്സരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മോഹം വന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് റിട്ടയർ ആയാൽ ഉടനെ തന്നെ മറ്റൊരു പോസ്റ്റ് വേണം. ആ പോസ്റ്റിന് വേണ്ടി അന്നത്തെ വാട്ടർ റിസോഴ്സ് സെക്രട്ടറിയെ, പിന്നെ നേരത്തെ ഇതൊക്കെ ആയിരുന്നു, പല സ്ഥലത്ത് ഊർജ്ജ വകുപ്പിലൊക്കെ പോയി ബഹളമൊക്കെ ഉണ്ടാക്കി ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഇടയ്ക്കപ്പെട്ട വേറൊരു IAS കാരനെ കൊണ്ട് ഫയൽ എഴുതിക്കാൻ ശ്രമിച്ചു. IAS ഫയൽ എഴുതിയില്ല. അദ്ദേഹത്തെ ഉടനെ ട്രാൻസ്ഫർ ചെയ്തു. ആ ചീഫ് സെക്രട്ടറിക്കും ഇതിനകത്തൊരു പോസ്റ്റ്, റിട്ടയർ ആയതിനു ശേഷം കിട്ടേണ്ട പോസ്റ്റിനെ സംബന്ധിച്ച് ഒരു ധാരണ. അപ്പം മുഖ്യമന്ത്രിയുടെ ഒരു ഗുഡ് ബുക്കിൽ കയറിപ്പറ്റണം. അവസാന വർഷത്തെ എല്ലാ ചീഫ് സെക്രട്ടറിമാരും റിട്ടയർ ആവാൻ പോകുന്ന വർഷം നല്ല കുട്ടിച്ചമയും. കാരണം അടുത്ത വർഷം കിട്ടാൻ പോകുന്ന, റിട്ടയർ ആയ ഉടനെ എന്തെങ്കിലും പോസ്റ്റ് കിട്ടണമല്ലോ. അങ്ങനെ അദ്ദേഹവും എന്താണ് വഴി എന്ന് ആലോചിച്ചു. അങ്ങനെ ഇപ്പോൾ വാട്ടർ റിസോഴ്സ് സെക്രട്ടറിയായി, പിന്നെ വിവരാവകാശ കമ്മീഷനിലൊക്കെ അംഗമായിട്ടുള്ള മറ്റൊരാൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, മറ്റൊരാൾ, അദ്ദേഹവും ഇതുപോലെ ശ്രമിച്ചു. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റുക. ഇവരെല്ലാം കൂടി ആലോചിച്ചു. നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്നൊരു പദ്ധതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നദികൾക്ക് മുറികൾ ഒരുക്കി കൊടുക്കുന്നു, വെള്ളം കയറി കിടക്കാനും, പ്രളയകാലത്ത് വെള്ളം കയറി കിടക്കാനും, പ്രളയം കഴിയുമ്പോൾ എണീറ്റ് പോകാനും. റൂം ഫോർ റിവർ ഇത് അവിടെ അവരാരംഭിച്ചത് ഏകദേശം 10-15 വർഷക്കാലത്തെ 10 വർഷക്കാലത്തെയെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരവിടെ ചെയ്തത്. പക്ഷെ നമ്മളിവിടെ നിന്ന് അത് കാണാനായി ഒരു ടീം പോകണമെന്ന് ഒരു ആശയം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. 12 ദിവസത്തേക്ക് മുഖ്യമന്ത്രി വിദേശത്ത് പോകാൻ തീരുമാനിച്ചു. വിദേശത്ത് വിവിധ രാജ്യങ്ങൾ, നോർവേ, ഫിൻലാൻഡ്, UK, UAE, ഇതിൻ്റെ കൂടെ നെതർലാൻഡ്സും കൂടി ഫിറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ പഠിക്കാൻ പോകേണ്ടിയിരുന്നത് ആരായിരുന്നു? അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സ് പോകണം, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്ത എഞ്ചിനീയേഴ്സിന് ഇവിടെ കൊണ്ടുവരണം. അതിനൊക്കെ പകരമായി മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണ് പോയത്. അവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കൂട്ടത്തിൽ പോയി. അതോടൊപ്പം നമ്മുടെ ഈ ടീമും കൂടി അങ്ങ് ചേർന്നു. ഈ അംബാസഡർ ഇത് വളരെ ആവേശത്തോടു കൂടി ഒന്നുകിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റ്, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ്, ഇത് രണ്ടിന് വേണ്ടിയിട്ട് CPM നിന്ന് കിട്ടാൻ, അല്ലെങ്കിൽ CPIയിൽ നിന്ന് കിട്ടാൻ, ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തി. വേറെ ചില കാര്യങ്ങളായിട്ടുള്ള അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ 2019 മെയ് 8-ന് ഈ ചീഫ് സെക്രട്ടറിയും ഞാൻ പറഞ്ഞ വാട്ടർ റിസോഴ്സിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പിന്നെ ഈ നമ്മുടെ അവിടെയുള്ള അംബാസഡറും എല്ലാം കൂടി അവിടെ പോയി കണ്ടു. നെതർലാൻഡ്സ് തന്നെ 2007-ൽ തുടങ്ങി 2018-ൽ 11 വർഷം കൊണ്ടാണ് അവിടുത്തെ റൂം ഫോർ റിവർ പദ്ധതി പൂർത്തിയാക്കിയത്. ഈ 13 ദിവസത്തെ ടൂറും കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങ് വന്നു, നാട്ടിൽ വന്നപ്പോൾ ഇത് ചെയ്യണമല്ലോ. പോയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളിയുടെ ഒരു കുഴപ്പം,
പോകുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തളായി, വലിയ പത്രസമ്മേളനം നടത്തുക, പത്രങ്ങൾ PR വർക്ക് ചെയ്തളായി. നെതർലാൻഡ്സിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു, നെതർലാൻഡ്സിൽ മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ, റൂം ഫോർ റിവർ കാണുന്ന ഫോട്ടോ, സായിപ്പ് വിശദീകരിക്കുന്ന ഫോട്ടോ, എല്ലാം വീഡിയോ ഫോട്ടോ എല്ലാം ഹാഷ്ടാഗ് ആകുന്നു, ഫേസ്ബുക്കിൽ വരുന്നു. റൂം ഫോർ റിവർ, കേരളത്തിലെ വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിനും ഒരു പരിഹാരം, 44 നദിയിലും റൂം ഫോർ റിവർ. വേണ്ട ബഹളമായി, വലിയ ക്യാപ്ഷനൊക്കെ ആയി. അങ്ങനെയൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ വിളിച്ചു. അവർക്ക് ഇതിനകത്തൊന്നും ധാരണയില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്കിതറിയില്ല. അങ്ങനെ 5 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചിട്ട് ആദ്യം 1.5 കോടി രൂപ, പിന്നെ വീണ്ടും കുറച്ചുകൂടെ കൊടുത്തു എന്ന് തോന്നുന്നു. മദ്രാസ് IITക്ക് പൈസ കൊടുത്തു. അവരോടിത് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പഠിച്ചിട്ട് ചില വിവരങ്ങൾ ഇങ്ങോട്ട് കൈമാറി. അവർ വിവരങ്ങൾ കൈമാറിയപ്പോൾ ഇതിനിടയിൽ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. 2022 ജൂലൈ 12-ന് 15ാം കേരള നിയമസഭയുടെ 5ാം സമ്മേളനത്തിൽ IITയെ ചുമതലപ്പെടുത്തിയെന്ന് റോഷി അഗസ്റ്റിൻ ജലവകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ 2022 ഒക്ടോബർ 21-ന് മനോരമ പത്രത്തിൽ വന്നതനുസരിച്ച് ഈ റിപ്പോർട്ട് ജലവകുപ്പ് തള്ളി. IIT തന്ന റിപ്പോർട്ട് തള്ളി. അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് തള്ളി. മാത്രമല്ല, ആ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ വെള്ളപ്പൊക്കം കൂടും. മണിമലയാറിൻ്റെയും അച്ചൻകോവിലാറിൻ്റെയും പമ്പ നദിയുടെയും 3 നദികൾ സംഗമിക്കുന്ന കുട്ടനാട് പ്രദേശത്ത് ഈ 3 നദികളുമായി ബന്ധപ്പെടുത്തി കുട്ടമ്പേരൂർ ആറിൻ്റെയും ഉപനദികളുടെയൊക്കെ വീതി കൂട്ടുക, പിന്നെ തോട്ടംപള്ളി സ്പിൽ ഓവറിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ കുട്ടനാട്ടെ വെള്ളപ്പൊക്കം കുറയ്ക്കാം. അവിടെ റൂം ഫോർ റിവർ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് അതേസമയം അതിനു മുമ്പ് തന്നെ രാജൻ ഇത് ജൂലൈയിലാണ് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും രാജൻ പറഞ്ഞു 2022 ജനുവരി 5-ന്, അതായത് രാജൻ എന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി, ഹൈഡ്രോഡൈനാമിക് പഠന റിപ്പോർട്ട് സർക്കാരിൽ നിർബന്ധമായി സമർപ്പിച്ചിരിക്കണം എന്ന് രാജൻ്റെ ഒരു പ്രസ്താവനയും വന്നു, റവന്യൂ മന്ത്രി. അപ്പോൾ അത് തമ്മിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അത് പോട്ടെ, നിയമസഭയിൽ തന്നെ 2 രേഖകൾ വയ്ക്കുമ്പോൾ 2 കോൺട്രഡിക്ഷൻ ഉണ്ട് അതിനകത്ത്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ചർച്ചയുടെ ഒരു പർവ്യമല്ല. എന്തായാലും ഇത് സംഭവിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് അതിനുശേഷം 200 കോടി രൂപയുടെ പലതല പദ്ധതികൾ നടപ്പിലാക്കി. ഈ പദ്ധതി നടപ്പിലാക്കാനല്ല, പദ്ധതികൾ വിഭാവനം ചെയ്തു, ഡിസൈൻ ചെയ്തു. പിന്നെ ഏത് പദ്ധതി എടുത്താലും ഉടൻ തന്നെ അതിനെല്ലാം ടൈറ്റിൽ ഇടുന്നതും റൂം ഫോർ റിവർ എന്ന് ടൈറ്റിൽ. പെരിയാറിന് റൂം ഫോർ റിവർ, പമ്പയ്ക്ക് റൂം ഫോർ റിവർ, ഏത് പരിപാടി, ഏത് സാധനം, ഏത് ഡോക്യുമെൻ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങിയാലും ഉടൻ തന്നെ അതിന് പേരിടും റൂം ഫോർ റിവർ. ഇതൊരു ഫാഷനായി മാറി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മുടെ ഈ എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും അറിയാം, കേരളം എന്ന് പറയുന്നത് ലോകത്തുള്ള വളരെ വ്യത്യസ്തമായ ഭൂശാസ്ത്ര പ്രദേശമാണ്. നെതർലാൻഡ്സ് പോലല്ല, അവിടെ ആൾപ്പാർപ്പ് കുറവുള്ള സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നദികൾ ഉത്ഭവിക്കുന്നത് കാട്ടിൽ നിന്നാണ്. അവിടെ പ്രവർത്തനങ്ങൾ പ്രയാസമാണ്. താഴേക്ക് വരുമ്പോൾ ഇടനാട്ടിലെത്തുമ്പോൾ കംപ്ലീറ്റ് സ്ഥലങ്ങളും റവന്യൂ ഭൂമിയാണ്, പുറമ്പോക്കാണ്. അവിടെ വ്യാപകമായി കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ട്. വീട്, അമ്പലം, ക്ഷേത്രം, ഒരുപാട് കാര്യങ്ങൾ, പള്ളിയൊക്കെ ധാരാളം ഇരിപ്പുണ്ട് നദിയുടെ തീരങ്ങളിൽ. പിന്നെ ഇപ്പോൾ ഏത് നദി എടുത്താലും ടൗണുകൾ വഴിയിട്ടാണ് കടന്നു പോകുന്നത് മിക്കവാറും നദികൾ. ടൗണിലെല്ലാം നന്നായി രീതിയിൽ കെട്ടിടങ്ങളൊക്കെ വന്നിട്ട്, പിന്നെ താഴ്ന്ന ഭാഗത്ത് കടലോരത്ത് എത്തുമ്പോഴാണ് ഉള്ളത്. അവിടെയും നന്നായി കൃഷിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഭൂമിയെടുത്ത് നദികളെ ഡൈവേർട്ട് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ എന്നുള്ളത് ഏത് 4ാം ക്ലാസ്സിലെ കുട്ടിക്കും അറിയാമെന്നുള്ള കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ള 4ാം ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ ഭൂമിശാസ്ത്രം പഠിക്കുന്ന കുട്ടിക്കും അറിയാം ഇതിവിടെ പ്രായോഗികമല്ല. പിന്നെ ആഴം കൂട്ടാനും വീതി കൂട്ടാനും നീളം കൂട്ടലില്ലല്ലോ. ആഴവും വീതിയും കൂട്ടാൻ ഇതിനു വേണ്ടി, പഠനത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. അത് മണലൊക്കെ വാരി കുറച്ച് നിയന്ത്രിച്ച് കളഞ്ഞിട്ട് ആഴവും വീതിയും കൂട്ടിയാൽ മതി. പക്ഷെ അതൊന്നും സംഭവിക്കുന്ന പ്രായോഗികമല്ല. കേരളത്തിന് പ്രായോഗികമല്ലാത്തൊരു പദ്ധതിയെ മുഖ്യമന്ത്രിയെ ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മുഖ്യമന്ത്രി ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്ന കൂട്ടത്തിൽ നെതർലാൻഡിലും കൂടെ പോയി. അദ്ദേഹം അതൊരു വിസിറ്റായിട്ട് എടുത്ത് പോയി കാണാം, മനസ്സിലാക്കാം. സതുദ്ദേശത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തത്. പക്ഷെ അതിൻ്റെ പിന്നിൽ നിന്ന മറ്റു ചില ആളുകൾക്ക് വളരെ വ്യക്തമായ മറ്റു താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് നെതർലാൻഡ്സിലേക്ക് പോയത്. അവിടെ പോയിട്ട് വന്ന് പഠിച്ചിട്ട് വന്ന റിപ്പോർട്ട്, മദ്രാസ് IIT എടുത്ത റിപ്പോർട്ട് പുറം ലോകം കാണാതെ, വിവരാവകാശ രേഖകൾ പ്രകാരം പോലും പുറത്തുവിടാത്ത രീതിയിൽ വളരെ സേഫായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അത് പുറത്ത് കിട്ടുന്നില്ല രേഖ. മറിച്ച് ഇത് അശാസ്ത്രീയമാണെന്ന് പറയുകയും വീണ്ടും IITക്ക് അത് കൊടുക്കുകയും അവർ വീണ്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ ചില നിർദ്ദേശങ്ങളും കൂടി വച്ചുകൊണ്ട്
റിവൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഉഡായിപ്പ് തട്ടിപ്പ് പരിപാടി പോലെയാണ് അത് വന്നത്. അതിൻ്റെ തുടക്കം തന്നെ, ജനസിസ് തന്നെ ഒരു ചാപിള്ളയായിരുന്നു. യഥാർത്ഥ ഉദ്ദേശം മുഖ്യമന്ത്രിയെ കൊണ്ട് കാണിക്കാൻ ആവേശം കാണിച്ച ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശം അത് വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അത് നെതർലാൻഡ്സിലുള്ളവരും ഉള്ള ഉദ്യോഗസ്ഥനുമുണ്ട്, ഇന്ത്യക്കാരനുമുണ്ട്, കേരളീയനുമുണ്ട്, ഇവിടെ ഉള്ളവരുമുണ്ട്. അവരുടെ ഉദ്ദേശം റൂം ഫോർ റിവറോ മറ്റു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അവരുടെ ഉദ്ദേശം മറ്റായിരുന്നു. അതെന്തായാലും അവർ സാധിച്ചെടുക്കാൻ പറ്റിയെന്നും പറയാൻ കഴിയില്ല. 3 പേർക്കും പോസ്റ്റുകൾ കിട്ടി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 3 പേർക്കും പോസ്റ്റുകൾ കിട്ടി. റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് പോസ്റ്റുകൾ കിട്ടി. പക്ഷേ രാജ്യസഭ MP ആവാനോ ലോക്സഭ MP ആവാനൊന്നും കഴിഞ്ഞില്ല. പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിൻ ഉണ്ടായില്ല എങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പണമെടുത്ത് എന്തെല്ലാം ഇതുപോലുള്ള കോമാളിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ഒക്കെ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരുതരം ഗതികേടാണ്.